അപ്പോൾ ഗൈസ് നമ്മൾ അമ്പലത്തേക്ക് പോയിട്ട് നെയ് റോസ്റ്റ് കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടാ. അപ്പോൾ നമ്മൾ കഴിച്ചത് ഒരു നെയ് റോസ്റ്റാണ്. അപ്പോൾ ഗൈസ് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയായിരുന്നു. അത് കാരണം നല്ല വിശപ്പുള്ള കാരണം 3 സമൂസ പറഞ്ഞു കേട്ടോ. ചിച്ചടൂനും ഇഷ്ടമായി, എനിക്കിഷ്ടമായി, നല്ല സമൂസയായിരുന്നു. അപ്പോഴേക്കും ദോശയൊക്കെ എത്തി. ദോശ നല്ല ക്രിസ്പി ആയിരുന്നു. അവരൊട്ടും പിശുക്ക് പിടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ലോണം ഗീയൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ചട്നിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങൾ തുടച്ചെടുത്തു കേട്ടോ. ചിച്ചടവും കഴിച്ചു. പിന്നെ ഗൈസ് നമ്മുടെ ചായ അമ്മതെ ആറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ഏരിയ. ഒരു ഷെഡ് പോലത്തെ ഏരിയയിലാട്ടോ ഇതുള്ളത്. അപ്പോൾ ഇതൊരു ഫാമിലി നടത്തുന്നതാണ്. എന്നിട്ട് ഗൈസ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയത് ഏതാ പ്ലേസ് എന്ന് മനസ്സിലായോ? എൻ്റെ ഫസ്റ്റ് വീഡിയോൻ്റെ ലൊക്കേഷനായിരുന്നു. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്ത കാരണം അതിലൊന്നും ഞങ്ങൾ കളിച്ചില്ല. മൊത്തം വെള്ളമായിരുന്നു. ഇവിടെ ബോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടേക്ക് ഒന്ന് വന്നിരിക്കാനായിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോണ വഴിയിൽ ഞങ്ങളൊരു പ്ലേസിലൊക്കെ നിർത്തി. നല്ല രസമുണ്ടായിരുന്നു, കുറേ മരങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഗൈസ് ഞാനും ചിച്ചരും ഗൈസ് നല്ല തണുപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ഡോറൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ ഗൈസ് നമ്മുടെ അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. അനങ്ങാമലേക്കാണ് കേട്ടോ ഞങ്ങളിനി പോവണത്. അപ്പോൾ പോണ വഴിയിൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ലേസും സ്പ്രൈറ്റും മേടിച്ചു. അപ്പോൾ ചിച്ചയുടെ ബാക്കിൽ ഇരുന്നിട്ട് ലേസൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ പാലം ഷൊർണൂരിൻ്റെ അവിടുത്തെ പാലാണ്. പാലൊക്കെ പൊട്ടി കിടക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ അപ്പുറത്ത് കൂടെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങൾ പോണ വഴിയിൽ നല്ല വിശപ്പല്ലേ, നിർത്തി. ഞങ്ങളൊരു ചോറ് ഊണൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അതൊക്കെ അവിടെ തീർന്നു. ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബിരിയാണി എനിക്കിഷ്ടമായി. ഫ്രൈഡ് ചിക്കനൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നാരങ്ങാച്ചാറും പിന്നെ റൈസ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതാണ്. റൈസൊക്കെ അൺലിമിറ്റഡ് ആണ്. ഞാൻ ഞങ്ങളുടെ എല്ലൊക്കെ പറിച്ചെടുത്തു. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഗൈസ് നമ്മുടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എത്തി. നല്ല പ്രകൃതി രമണീയമായ പ്ലേസാണ്. ഇവിടെ കുറേ ട്രീസും ബ്രാഞ്ചസൊക്കെ ഉണ്ടായിരുന്നു. ഇക്കോ ടൂറിസമാണ് കേട്ടോ. ഇവിടെ പിന്നെ കാർ പാർക്കിങ്ങൊക്കെ പ്ലേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ നല്ല കാറ്റാണ്. എൻ്റെ മുടിയൊക്കെ കിടന്ന് പാർക്കുന്നുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ നടന്നു പോവാണ് ഗൈസ്. അവിടെ ഐസ്ക്രീമും മാങ്ങയുടെയും ഒക്കെ കടയുണ്ട്. തൊട്ടപ്പുറത്താണെങ്കിലോ ഒരു വലിയ നെൽകൃഷിയുടെ പാടവും. എന്താ രസമല്ലേ ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയി. അങ്ങനെ ഗൈസ് ഞങ്ങൾ അച്ഛൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങൾ പോയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കൊടിയൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കണേ. കാരണം മഴയൊന്നുമില്ല. എന്നുണ്ടെങ്കിലും ചിച്ചിടൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് മഴ പെയ്താൽ പണി കിട്ടും. ഇതാണ് ഗൈസ് നമുക്ക് പോവാനുള്ള നമ്മുടെ പാത. അതിനെക്കാട്ടും മുമ്പ് ചിച്ചിട് വാശി പിടിച്ച കാരണം അവനൊരു വാനില ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് തൊണ്ടവേന ഉണ്ടായിരുന്ന കാരണം ഞാൻ അത് മേടിച്ചില്ല. പകരം നല്ല ഉപ്പ് മാങ്ങ മേടിച്ചു. നല്ല പഴുത്ത മാങ്ങയുണ്ട്. അതിൻ്റെ കൂടെ പുളിയും കൂടിയും കയറി വരുമ്പോൾ എന്താ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 3 എണ്ണം മേടിച്ചു. ഞാനും അമ്മയും അച്ഛനും ചിച്ചിടും കഴിച്ചു. അത്രയ്ക്ക് ടേസ്റ്റ്. പിന്നെ ഞാൻ കൊടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് അമ്മൂമ്മമാരെ പോലെ നടക്കണം. കാരണം അത്രയ്ക്കും വലിയ സ്റ്റെപ്പായിരുന്നു. എനിക്കൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. വയസ്സായവരുണ്ടെങ്കിൽ ഒരു ചെറിയ കാലുവേദനയൊക്കെ ഉണ്ടാവും. അധികമൊന്നും നടക്കാനില്ല. എന്നുണ്ടെങ്കിൽ കുറച്ച് ഭയങ്കര വൈഡായിട്ടുള്ള സ്റ്റെപ്സാണ്. പിന്നെ ഗൈസ് ഇവിടെ വേറൊരു പാർട്ടുണ്ട് കേട്ടോ മലയുടെ. അവിടേക്ക് നമുക്ക് പോകാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഗൈസ്. അപ്പം നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒരു നല്ല പ്ലേസ് ഉണ്ട്. അപ്പം നമുക്ക് പോകാം. അതിന് ഞാനും അമ്മയും കൂടിയിട്ട് നടന്ന് വരാണ്. താഴെയൊക്കെ കുറച്ച് ചില്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുപ്പിച്ചില്ല്. പിന്നെ അവിടെ ഒരു വലിയ പാർക്കുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം എനിക്ക് പാർക്കെന്ന് പറഞ്ഞ എൻ്റെ ജീവനാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് പാർക്കിലേക്ക് പോയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. കാരണം ക്ഷീണിച്ചു. അവസാനം ഇവിടെ എത്തിയപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ശരിക്കും ഞെട്ടി. മാങ്ങയും കഴിച്ചുകൊണ്ടാണ് ഞാൻ നടക്കണേ. അപ്പോൾ ഇവിടെ ഊഞ്ഞാലും സ്ലൈഡൊക്കെ ഉണ്ട്. ഞാൻ ചിച്ചിടൂനെ സൈഡിലേക്ക് ഇരുത്താൻ നോക്കുകയാണ്. അപ്പോൾ ഊഞ്ഞാൽ ഞാനും ചിച്ചിടൊക്കെ കൂടി ആടി. പിന്നെ അവൻ ഇറങ്ങിപ്പോയിട്ടോ. പിന്നെ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഊഞ്ഞാലും ഉണ്ട്. അതിൽ ചിച്ചിട ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആടാം. പിന്നെ ഇവിടെ സ്ലൈഡൊക്കെ ഉണ്ട്. സ്ലൈഡിൻ്റെ ബാഡിയിലായിട്ട് മഴ പെയ്ത കാരണം വെള്ളമുള്ള കാരണം ഞങ്ങൾ കയറിയില്ല. പിന്നെ ഇവിടെ കുറേ മഷ്റൂംസിൻ്റെ ഇതുപോലെ ഉണ്ട്. അതിൻ്റെ അടിയിലിരിക്കാം. പിന്നെ ഞാനും ചിച്ചിരും കൂടിയിട്ട് ഈ സംഭവത്തിൽ പോവുകയാണ്. എൻ്റെ പേര് എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. തല ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ചിച്ചിരുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവനിങ്ങനെ വിടും പിടിക്കും എന്നൊക്കെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
അങ്ങനെ ഗൈസ് ഞങ്ങൾ ആ മഷ്റൂമിൻ്റെ താഴെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുക. കണ്ടില്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ വ്യൂ. അപ്പോൾ ഇവിടെ മുകളിലേക്ക് പ്ലേസ് ഉണ്ട്. നമുക്ക് മറ്റേ ടൂറിസത്തിൻ്റെ ഒരു ടിക്കറ്റ് ഉണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോവാം കേട്ടോ. ഞങ്ങളതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ പോയത് വരിക്കാശ്ശേരി മലയ്ക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ മോഹൻലാലിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ ആറാട്ട് സിനിമ ആയ കാരണം പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ചെരുപ്പൊക്കെ കോരിയിടണം. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ ഈ പ്ലേസൊക്കെ കണ്ടപ്പോൾ. ഒരു പഴയ വീടാണല്ലോ, നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ കുറേ പിള്ളേരൊക്കെ ഓടി കളിക്കാനൊക്കെ പറ്റുന്ന പ്ലേസാണ്. പിന്നെ ഗായ്സ് നടുക്കിൽ മഴ പെയ്തതിൻ്റെ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗായ്സ് ഞാനും അമ്മയും ചേച്ചിയൊക്കെ കൂടിയിട്ട് പോയി. അപ്പോൾ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ള കാര്യമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ പിള്ളേർ കണ്ടില്ലേ വെള്ളത്തിലൊക്കെ ഓടി കളിക്കണോ ഫോട്ടോ എടുക്കണോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങാമെന്ന്. അങ്ങനെ ഗൈസ് ഞാനും ഇറങ്ങി. അധികം വെള്ളമൊന്നുമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചിച്ചുടുവനെയും കൂടി ഞാൻ അങ്ങോട്ട് ഇറക്കി. അങ്ങനെ ഗൈസ് ഞാനും ചിച്ചിയുടെ അപ്പുറത്തേക്ക് ഇങ്ങനെ നടക്കുക. കുറേ പിള്ളേർ ഓടി കളിക്കണം കാരണം എൻ്റെ മുഖത്തേക്ക് മൊത്തം വെള്ളം ഇങ്ങനെ ഫ്ലാഷ് ആവായിരുന്നു. നടുക്കിലാണെങ്കിൽ ഗൈസ് ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട്. അങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതേ ഉള്ളിലേക്ക് പോയി. ആദ്യം തന്നെ ഞാൻ കയറിയത് തന്നെ അടുക്കളയിലേക്കാണ്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വെച്ചേക്കായിരുന്നു, ഇങ്ങനെ കൊട്ടി. പിന്നെ ബാക്കിൽ പോകാനൊക്കെ വഴിയുണ്ട്, പക്ഷെ ഞാൻ പോയില്ല. ഫുള്ള് ചളിപിളിയായിരുന്നു. അത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ ഇത് കിണറിൻ്റെ ഏരിയ ആണ്. കിണർ ദൈവമേ കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ട് പാടില്ല. പിന്നെ ഫുള്ള് ആൾക്കാർ പ്ലാസ്റ്റിക്കോ അതൊക്കെ ഇട്ടേക്കാം. പിന്നെ ബാക്കിൽ ഗൈസ് നമ്മുടെ ആന ഉണ്ടായിരുന്നു. ആന ഇങ്ങനെ തലാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറിപ്പോയത് ഏതോ ഒരു അറയ്ക്കാണ്. അറയിലേക്ക് പോയി ഗൈസ് ഞാൻ. പിന്നെ ഞാൻ എന്തിട്ടാ ഇത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അച്ഛനോട്. നമ്മൾക്ക് ഇനി കുറേ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നല്ലോണം അതിന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ബൈ ഗൈസ്.